സ്ഥിരമായിട്ടുള്ള പശുവിനെ വളർത്തുന്ന പോലെ തന്നെയുള്ള ഒരു വരുമാനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു വരുമാനം. ഇതുകൊണ്ടാണ് മറ്റ് കൃഷികളെല്ലാം ഞാൻ കൊണ്ടുവന്നത്, ഇതിൻ്റെ വരുമാനത്താലാണ്. കാര്യം ഇതെങ്ങനെയായാലും ആഴ്ച ഒരു 5000 രൂപ, 5000 ചില സമയത്തൊക്കെ 10,000 15,000 ഒക്കെ കിട്ടുന്ന സമയമുണ്ട്. ഇപ്പം വിലക്കുറവായിട്ട് ഇപ്പം തീരെ വിലക്കുറവാണ്. എങ്കിൽ പോലും ഇതാണ് നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻകം വീട്ടിലെ കൂടി. ഇതൊരു വെറൈറ്റി കാച്ചിലുകളാണ് ഇതെല്ലാം. ഇതെനിക്ക് 2-3 വർഷം മുമ്പ് നമ്മുടെ ഗിന്നസ് റെജി എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് തന്നതാണ്. ഇത് 7-8 കളറ് കാച്ചിലുണ്ട്. അതിനെല്ലാത്തിനും പ്രത്യേക കളറുള്ള കാച്ചിലാണ്. നീല കളറുണ്ട്, വയലറ്റ് ഉണ്ട്, അതും പലതും പല കളറുള്ള കാച്ചിലാണ്. വെറൈറ്റി കളറുള്ള കാച്ചിലുകളാണ്. ഇത് നല്ല ഉൽപ്പാദനം കൂടുതലുള്ള കാച്ചിലാണിത്. കൂടിയാണ് ഞാനിത് കോരിത്തോട്ടി വർക്കിച്ചൻ എന്ന് പറയുന്ന ഒരാളുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നത്. അദ്ദേഹം ഇത് ധാരാളം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനോട് വാങ്ങിക്കൊണ്ട് വന്നത് വിജയ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കൂടുതൽ കണ്ണികളുണ്ടാകും. ചുവട് തൊട്ടേ ഇതിന് കണ്ണി പൊട്ടി കുരുമുളക് കണ്ടില്ലേ, ധാരാളം കുരുമുളക് ഉണ്ടാകാൻ തുടങ്ങി. സാധാരണ കൊടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം 2 കളരത്തിലൊക്കെ കയറിയതിന് ശേഷമേ കുരുമുളക് തിരി പിടിക്കാൻ തുടങ്ങത്തുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതുപോലെ തന്നെ ധാരാളം തിരികൾ ഉണ്ടാകുന്ന ഒരു കൊടിയാണെന്ന് പറയപ്പെടുന്നത്. ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. ഈ കൊടിയെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കൊടിയാണ്. ഇതിന് പറയുന്നത് തെക്കൻ 2 എന്നാണ്. കാഞ്ചിയാറ്റിലുള്ള ഒരു കർഷകൻ കണ്ടുപിടിച്ച ഒരു കൊടിയാണ്. ഇതിന് ഭയങ്കരമായിട്ടുള്ള ഇത് തിരി നീണ്ടു വരുന്നതേ ഉള്ളൂ, തിരിയിട്ട് വരുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം 1 അടി നീളത്തോളം വരുന്ന തിരിയാണ് ഇതിന്. അതുപോലെ തന്നെ നല്ല മുളക് പിടുത്തവും നല്ല കാപ്പിക്കുരുവിൻ്റെ അത്രയും വലിപ്പമുള്ള കൊടിയാണ് ഇത്. വർക്കിച്ചൻ ഓരിത്തോടെന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റമ്പിൽ നിന്നാണ് ഞാനിത് കൊണ്ടുവന്നതും. പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചോട്ടും മണ്ണും കൂട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പോള അഴുകുന്നതിനകത്ത് ചെറിയൊരു കീടം, ഇരട്ടവാലി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയൊക്കെ പറയുന്നത്. അതിങ്ങനെ കയറിയിട്ട് ഇത് കിഴിച്ചിട്ട് അളഞ്ഞിരിക്കുന്നിടത്ത് കയറിയിട്ട് കിഴിച്ച് ഇത് പിണ്ടി കിഴിക്കുക. പിണ്ടി കിഴിച്ച് കഴിയുമ്പോൾ ഇതിന് കേട് വന്ന് ഈ വാഴ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോട്ടി മണ്ണ് കൂട്ടാത്തതും ഇങ്ങനെ പൊളിച്ച് നിർത്തുന്നതും. കോഴിയെല്ലാം ഇവിടെ മുട്ട നല്ല സെയിലാകുന്നുണ്ട് മുട്ട. അങ്ങനെ വിചാരിക്കുന്നത് മുട്ടയ്ക്ക് വേണ്ടി ഇട്ടാലേ നമുക്കൊരു ചെറിയൊരു വരുമാനം, അത്ര തന്നെ. വീട്ടിലിരിക്കുന്ന പെണ്ണുമ്പിള്ളയ്ക്കൊരു വരുമാനം. അതെ, അതിനുവേണ്ടി പുള്ളിക്കാരിയാണോ നോക്കുന്നത്? അവളാണ് നോക്കുന്നതല്ല.